ഹായ് ഹലോ റുബി പോയിൻറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് അഞ്ജലിയെയും ആകാശിനെയും കാണിച്ചുകൊണ്ടാണ്. ആകാശ് പ്രീതിനെ കാണാനായിട്ട് വന്നിട്ട് അവിടെ കിടന്ന് വട്ടം ചുറ്റാണ്. അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, മോന് ഇവിടെ കിടന്ന് കറങ്ങാണ്ട് മുകളിലേക്ക് പോകും, ഇങ്ങോട്ട് നിങ്ങൾക്ക് ആർക്കും പ്രവേശനമില്ല, അപ്പോൾ ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ അഞ്ജലി പറയുന്നുണ്ട്. ആകാശ് പറയും, ഇല്ല ചേച്ചി ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെയും അവിടെ കിടന്ന് വട്ടം ചുറ്റണം. അപ്പോൾ പോ എന്ന് അഞ്ജലി പറയുന്നുണ്ട്. അങ്ങനെ അവൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എനിക്ക് ഉണ്ടാവും. അപ്പോൾ എനിക്ക് തടഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഓളിയിടുന്നുണ്ട്. അപ്പോൾ അഞ്ജലി എന്താന്ന് വെച്ചിട്ട് അഞ്ജലി തിരിഞ്ഞു നോക്കും. അപ്പോൾ വേഗം എനിക്ക് അവിടെ താന്നിരുന്നുകൊണ്ട് ആകാശ് പറയും, ഒന്നില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അഞ്ജലി അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നീട് ആകാശും എനിക്കയും കൂടെ എനിക്ക് പറയും, എനിക്ക് ശ്രുതിക്കുട്ടി, എൻ്റെ ശ്രുതിക്കുട്ടി എന്ന് പറയുമ്പോൾ ആകാശം എന്നിട്ട് ഒരു ശ്രുതിക്കുട്ടി എനിക്ക് അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് ആ സാരിയും എല്ലാവരും പറക്കിക്കൂട്ടി മുകളിലേക്ക് അവർ ഓടുന്നുണ്ട്. അപ്പോൾ ആ സമയം ഹാളിൽ അവർ മെഹന്തി ഇടാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സൈഡിൽ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ശ്യാമ് ശ്രുതിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ആ സമയത്ത് എനിക്ക് അവിടേക്ക് വരും. അപ്പോൾ എനിക്ക് ചോദിക്കും, എന്താ ശ്യാം ബ്രോ അഞ്ജലി ചേച്ചീനെ നോക്കി നിൽക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ് പറയുന്നുണ്ട്, ഇല്ല അഞ്ജലിനെ നോക്കിയതല്ല എന്ന് പറയുമ്പോൾ എനിക്ക് പറയും, ഓ അപ്പോൾ വേറെയും സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവരെ നോക്കുകയായിരിക്കില്ലേ എന്ന് പറയുമ്പോൾ ശ്യാം പറയും, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാം അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ശ്രുതിയെ നോക്കിക്കൊണ്ട് പിന്നെയും അവിടെ തന്നെ അങ്ങനെ നിൽക്കും. അങ്ങനെ പ്രീതിക്ക് മെഹന്തിയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടേക്ക് സാരി കൊടുത്തിട്ട് മുഖം മറിച്ചുകൊണ്ട് അങ്ങോട്ട് വരികയാണ്. അപ്പോൾ എനിക്ക് അവിടെ വന്ന് നിൽക്കുമ്പോൾ ശ്രുതിയെ നോക്കുന്നുണ്ട്. അപ്പോൾ അവർ മെഹന്തി ഇടുന്ന തിരക്കിലാണ്. അപ്പോൾ എനിക്ക് പറയും, ഇനി എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാനുള്ള ഇത് നോക്കണം, ബാക്കിയെല്ലാം സക്സസ് ആണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചെന്നിരിക്കുന്നത് രാധാ ആൻറ്റിയുടെ അടുത്താണ്. അപ്പോൾ അവിടെ അടുത്ത് ചെന്നിരുന്നതിന് ശേഷം നോക്കുമ്പോഴാണ് അശു ആൻറ്റി എന്ന് പറഞ്ഞിട്ട് എണീക്കാൻ നിൽക്കുമ്പോൾ രാധ കയ്യിൽ പിടിച്ച് അവിടെ തന്നെ ഇരുത്തും, കുട്ടി ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയ്യിൽ പിടിക്കുന്ന സമയത്ത് കയ്യിൽ നല്ല പരുവരുത്ത് ഇരിക്കണം. അപ്പോൾ കുട്ടിക്ക് എന്താ കരിങ്കൽ കോറയിലാണ് പണി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കൽ പറയും, കുട്ടിയുടെ കല്യാണം കഴിഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയും അല്ല, എന്താ പേര് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്ന് ആദ്യം പറയും, പിന്നീട് അവൻ തപ്പിപ്പിഴഞ്ഞുകൊണ്ട് നന്ദിനി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ പറയും, കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരു പയ്യനുണ്ട്, സുന്ദരനാണ്, നമ്മുടെ ആകാശ് സാറിൻ്റെ ചേട്ടൻ അശ്വിൻ സാറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി അങ്ങോട്ട് അവരുടെ അടുത്തേക്ക് അങ്ങനെ വന്നിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുമ്പോൾ ശ്രുതി പറയും, അത് നല്ലതാണ്, വളരെ നല്ല കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അമ്മായി പറയും, അല്ലെങ്കിൽ അമ്മായിക്കും കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ ചിരിച്ചവിടെ ഇരിക്കുകയാണ്. ദൈവമേ ഞാൻ പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ മുഖം മറിച്ചിരിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അമ്മായി പറയും, ഞാൻ കുട്ടിക്ക് മെഹന്തി ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് വലിക്കുന്ന സമയത്ത് മുഖം നോക്കാനായിട്ട് സാരി മാറ്റാൻ നിൽക്കും. ആ സമയത്ത് എനിക്ക് അവിടെ നിന്ന് എണീറ്റ് ഓടാൻ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്കിവിടെ ഫേസ് കാണുന്നത്. അപ്പോൾ അവരെല്ലാവരും ചിരിക്കും, അപ്പോൾ എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ പറയും, വെറുതെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ കളിയാക്കിക്കൊണ്ടിരിക്കില്ല. എനിക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടും. പിന്നീട് മുത്തശ്ശി വന്നിട്ട് എനിക്ക് ആകാശിനെയും പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരോടും ചോദിക്കും, എന്താ നിങ്ങളുടെ ഉദ്ദേശം, ഞങ്ങൾ പറഞ്ഞതൊന്നും അനുസരിക്കില്ല അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആകാശം ഇല്ല, ഞാൻ വെറുതെ ആ വഴി പോയപ്പോൾ അങ്ങനെ ഈ വഴി വന്നതാണ് എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് പറയുന്നുണ്ട്, ഞാനും അതേ ഈ വഴി പോയപ്പോൾ വന്നതാണ്. അപ്പോൾ സാരി ഉടുത്തിട്ട് അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു പരിഭ്രാന്തിയോട് കൂടിയിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇവരുടെ വർത്തമാനം കേട്ടിട്ട് ചിരിക്കുകയാണ്. ആ സമയം മുത്തശ്ശി ചോദിക്കുന്നത് ആരുടെ ഐഡിയ ആണ് എന്ന് ചോദിക്കുമ്പോൾ അവർ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി വീണ്ടും ചോദിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് മെഹന്തി ഇടുന്ന കുട്ടി ശ്രുതിയുടെ കയ്യിലാണ് ഇപ്പോൾ മെഹന്തി ഇടുന്നത്. അപ്പോൾ മെഹന്തി ഇടുന്നതിൻ്റെ ഇടയ്ക്ക് അവർ ഈ വർത്തമാനത്തിലും ഇടയ്ക്കായിട്ട് ചോദിക്കുന്നുണ്ട്, ആരുടെ പേരാണ് മെഹന്തിയിൽ എഴുതേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല. എന്നിരുന്നാൽ കൂടി പിന്നെയും ചോദിക്കുന്നുണ്ട്, പല പേര് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇവർ മുത്തശ്ശി ഇവരോടായിട്ട് എനിക്കോടും ആകാശിനോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഈ ഐഡിയ ആരുടെയെന്ന്. അപ്പോൾ എനിക്ക് പറയും അശ്വിൻ
എന്ന് പറയും. അശ്വിൻ ബ്രോ എന്ന് പറയുമ്പോൾ മെഹന്തി ഇടുന്ന കുട്ടി പറയുന്നുണ്ട് അശ്വിനല്ലേ. ഓക്കെ, അപ്പോൾ അശ്വിൻ്റെ എഴുതട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവരാരും ഇത് ശ്രദ്ധിക്കുന്നില്ല. ആ സമയം ശ്രുതി ആലോചിക്കും, അശ്വിൻ സാറോ ഇയാൾക്കെന്താ വട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഞ്ജലിയും പറയുന്നുണ്ട് അശ്വിൻ ഇങ്ങനെ ഒക്കെ ഐഡിയ പറഞ്ഞു കൊടുക്കുമോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ അത് കേട്ട് അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയും അശ്വിനോട് എന്നെ വന്ന് കാണാൻ പറ, നിങ്ങൾ മുകളിലേക്ക് പൊക്കോളൂ, ഇനി ഇങ്ങോട്ട് വരരുത്, ഇതിൻ്റെ പരിസരത്ത് പോലും കണ്ടുപോകരുത് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അവരവിടെ നിന്ന് പോകും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഈ പിള്ളേരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവൻ എന്താ അവിടെ പോയി കിടക്കുകയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്രുതി പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ അയാൾ കടലമിഠായി ഇനി ഇങ്ങോട്ടൊന്നും വരല്ലേ, അയാൾ എവിടെയെങ്കിലുമൊക്കെ നടന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയം എനിക്ക് പോയിട്ട് തിരിച്ചു വരും മുത്തശ്ശി അശ്വിൻ ബ്രോയനെ ഇവിടെ ഒന്നും കാണാനില്ല, ആളിവിടെ ഇല്ല എന്ന് തോന്നുന്നു എന്ന് പറയും. അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് അവൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണല്ലോ, ഇത് എവിടെ പോയി കിടക്കുന്നു, ഇവിടെ ഒരു ഇത് നടക്കുമ്പോൾ അവന് എങ്ങോട്ടാണ് പോയത്, വേഗം വരാമെന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത് എന്നൊക്കെ പറഞ്ഞ് അഞ്ജലി വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വണ്ടിയുടെ ഹോണടി കേൾക്കുന്നുണ്ട്. അപ്പോൾ അഞ്ജലി പറയും ആശി വന്നു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അഞ്ജലി എഴുന്നേറ്റ് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു പെൺകുട്ടിയാണ് അകത്തേക്ക് വരുന്നത്. പറയും ഞാൻ കല്യാണപ്പെണ്ണിന് മെഹന്തി ഇടാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അഞ്ജലി. അങ്ങനെ അവിടെ ചെന്ന സമയത്ത് പ്രീതിയുടെ കയ്യിൽ കുറച്ച് മെഹന്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി പറയും ഞാൻ കല്യാണപ്പെണ്ണിന് മെഹന്തി ഇടാൻ വന്നതാണ് എന്ന് പറയുമ്പോൾ മനോരമ പറയുന്നുണ്ട് കല്യാണത്തിന് സ്പെഷ്യലായിട്ട് മെഹന്തി ഇടാനൊക്കെ ആൾക്കാർ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അഞ്ജലി അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ മനോരമ പറയും എൻ്റെ മരുമകളല്ലേ, അപ്പോൾ ഞാൻ ആദ്യം മെഹന്തി ഇട്ടിട്ട് മൈലാഞ്ചി ഇട്ടിട്ട് അവൾ ഇട്ടാൽ മതി എന്ന് പറയുമ്പോൾ എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട്. അപ്പോൾ പറയും എന്താ എനിക്കിട്ടാൽ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മെഹന്തി ഇടുന്ന കുട്ടി പറയുന്നുണ്ട് കല്യാണപ്പെണ്ണിന് മാത്രം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, വേറെ ആർക്കും ഇടാൻ പറഞ്ഞിരുന്നില്ല എന്ന് പറയുമ്പോൾ മനോരമ ചോദിക്കും അതിനിപ്പോൾ എന്താ എനിക്കിട്ടിട്ട് അവൾക്കിട്ട് കഴിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ. അപ്പോൾ മനോരമ പ്രീതിനോട് ചോദിക്കുന്നുണ്ട് അല്ല ബേബി എനിക്ക് നീ ഇടുന്നതിന് മുമ്പ് ഞാനിട്ടാൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എങ്കിൽ പറ എന്ന് പറയുമ്പോൾ രാധ പറയുന്നുണ്ട് അതെന്ത് മര്യാദയാണ് എന്ന് ചോദിക്കുമ്പോൾ മനോരമ പറയും നിങ്ങളോടല്ല ഞാൻ ചോദിച്ചത്, ഞാൻ എൻ്റെ മരുമകളോടാണ് ചോദിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയും എന്താ മനോരമ ഇത് എന്ന് ചോദിക്കും. അപ്പോൾ മനോരമ പറയും ഞാൻ ഇത്രയും നാളും ഇവിടുത്തെ മരുമകളായിരുന്നു, ഇനി ഞാൻ അമ്മായിമ്മയാവാൻ പോവാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും അമ്മായിമ്മയാവാൻ പഠിക്കുകയായിരിക്കുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം പ്രീതി പറയും എനിക്ക് കുഴപ്പമില്ല ആൻറ്റി ഇട്ടോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഞ്ജലി അവിടേക്ക് വന്നിട്ട് ചോദിക്കുമ്പോൾ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മനോരമയ്ക്ക് പ്രീതി ഇടുന്നതിന് മുമ്പ് മനോരമയ്ക്ക് മൈലാഞ്ചി ഇടണമെന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ അഞ്ജലി പറയും അത് ആൻറ്റി കല്യാണപ്പെണ്ണിന് മാത്രമായിട്ട് ഇടാനാണ് വിളിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രീതി പറയും അതിന് കുഴപ്പമില്ല മാഡം, ആൻറ്റി ഇട്ടോട്ടെ, എനിക്ക് കുറേ നേരം ഇത് ഇട്ട് ഇങ്ങനെ ഇരിക്കേണ്ടത്, അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇടുന്നത് തന്നെയാണ് നല്ലത്, അപ്പോൾ അത്രയും നേരം എനിക്ക് റെസ്റ്റ് എടുക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവർ അത് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയും അങ്ങനെയാണെങ്കിൽ മനോരമ ഇവിടെ ഇരുന്ന് ഇടട്ടെ, ഞാൻ റിസപ്ഷൻ ഇടാനായിട്ട് പ്രീതിക്ക് ഒരു കാഞ്ചീപുരം സാരി വാങ്ങിയിട്ടുണ്ട്, നമുക്കത് കാണാം, അപ്പോൾ എല്ലാവരും വായോ എന്ന് പറയും. അങ്ങനെ മുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ പ്രീതിയുടെ അമ്മയും ആൻറ്റിയും കൂടെ എഴുന്നേൽക്കാൻ നിൽക്കുമ്പോൾ മനോരമ പറയും നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയും മുത്തശ്ശി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കും, നിങ്ങളവിടെ ഇരിക്കുക അത് ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കുകയാണ്. അങ്ങനെ മെഹന്തി ഇടുന്ന കുട്ടി ഫോണിൽ ഡിസൈൻസ് പ്രീതിക്കും കാണിച്ചു കൊടുക്കും. അപ്പോൾ ശ്രുതി പറയും ഇത് നല്ല ഡിസൈനാണ് ചേച്ചി, ഇത് കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മനോരമ അമ്മയുടെ കൂടെ പോകാനായിട്ട് കുറേ നോക്കുകയൊക്കെ ചെയ്തു. പക്ഷേ മുത്തശ്ശി സമ്മതിക്കില്ല, നീ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് മനോരമയെ അവിടെ പിടിച്ചിരുത്തും. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അവിടെ റൂമിൽ സാരി അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ പ്രീതിയും ശ്രുതിയും പിന്നെ മുത്തശ്ശി അഞ്ജലി അവർ 4 പേരാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ സാരി കാണിച്ചു കൊടുക്കുമ്പോൾ ശ്രുതിക്കും പ്രീതിക്കും വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ അവർ പറയുന്നുണ്ട് നല്ല ഭംഗിയുണ്ട്, വളരെ നല്ല സാരിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ അഞ്ജലി പറയും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി മേടിക്കുന്നുണ്ട്. അങ്ങനെ അഞ്ജലി മേടിച്ചിട്ട് അത് പ്രീതിക്കും ശ്രുതിക്കും കൊടുക്കും. അങ്ങനെ അവരത് വെച്ച് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം മനോരമ അവിടെ റൂമിന് പുറത്ത് നിന്നിട്ട് ഒളിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറയും അത് ശരി, ഈ സാരി അവൾ ഉടുത്തു കഴിഞ്ഞാൽ ഞാൻ അവളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒന്നും അല്ലാതായി പോകും, ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രീതിയുടെ മേത്ത് ആ സാരി വെച്ച് നോക്കിയിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. ചേച്ചിക്ക് നല്ല ഇണക്കായിരിക്കും എന്നൊക്കെ പറയും. ആ സമയം അഞ്ജലി പറയും കുഞ്ഞിനെ ഇതുവരെ കണ്ടില്ലല്ലോ, ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോവുകയാണ്. ശ്രുതി പറയും ദൈവമേ ഞാൻ പ്രാർത്ഥിച്ചത് അച്ചേട്ടായല്ലോ, സാറിന് ഇങ്ങോട്ട് കാണാനില്ലല്ലോ എന്ന് പറയുമ്പോൾ അഞ്ജലി ചേച്ചിക്ക് ഒരുപാട് വിഷമിക്കുകയാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ പറയും അഞ്ജലി ചേച്ചിക്ക് മാത്രമല്ല വിഷമം എന്ന് പറഞ്ഞിട്ട് അവളും കൂടെ അഞ്ജലിയുടെ അടുത്ത് പോവുകയാണ്. ആ സമയം അഞ്ജലി അവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അശ്വിനെ കിട്ടില്ല. അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് അവൻ കോളൊന്നും എടുക്കില്ല, വോയിസ് മെസ്സേജ് മാത്രമാണ് എടുക്കുന്ന രീതിയിലാക്കി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അഞ്ജലി ഓഫീസിലേക്ക് കോൾ ചെയ്യുകയാണ്. അപ്പോൾ ഓഫീസിൽ പറയും അങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ അവർ ഫോൺ കട്ട് ചെയ്യും. അപ്പോൾ അഞ്ജലി ശ്രുതിയും കൂടി പറയും ഇവനെ എവിടെ പോയതാണ്, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയത് കൊണ്ടാണ് ഇത്ര ടെൻഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതിയും അങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ആലോചിക്കുന്നുണ്ട് എവിടേക്കാണ് അവ പോയത് എന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് മനോരമയും മുത്തശ്ശിയാണ്. അപ്പോൾ മനോരമ പറയുന്നു, അപ്പോൾ മനോരമ പറയും അമ്മ എനിക്ക് ഈ സാരി വളരെ ഇഷ്ടപ്പെട്ടു, ഇത് നല്ല എനിക്ക് നന്നായി ചേരും എന്നൊക്കെ പറയും. മുത്തശ്ശൻ നീയല്ലേ വേറൊരു സാരി എടുത്തത്, പറയും അത് പിങ്കല്ലേ, പക്ഷെ അത് എനിക്കിപ്പോൾ കൊള്ളൂല, ഞാൻ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് കൊള്ളൂല, പക്ഷേ ഈ സാരി എനിക്കിഷ്ടമായി, എനിക്ക് ഇത് മതി എന്ന് പറയുകയാണ്. ആ സമയം പ്രീതി വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. താങ്ക് യു.